സാമ്പത്തികമായും കുടുംബപരമായും സാമൂഹികമായും ഒത്തിരി തിരിച്ചടിയും ഒറ്റപ്പെടലും നേരിട്ട ഒരു സുഹൃത്ത് എനിക്കുണ്ടായിരുന്നു. ഒരിക്കൽ അദ്ദേഹം തൻ്റെ ദുഃഖം പങ്കുവച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തെ എൻ്റെ ഗുരുവിന് പരിചയപ്പെടുത്തി. അവരുടെ സംസാരം ഒരു കാര്യം അടിവരയിട്ട് കാണിച്ചു തന്നു. വല്ലഭന് പുല്ലും ആയുധം. അറിവും വിവേകമുള്ള നല്ല ഒരു വ്യക്തിക്ക് എന്തിൽ നിന്നും വിലമതിക്കാനാകാത്ത അർത്ഥം കണ്ടെത്തി വിശദീകരിച്ച് ഒരാളെ സഹായിക്കാനും സമാധാനം കൊടുക്കാനും സാധിക്കും എന്ന് എനിക്ക് മനസ്സിലായ ദിവസം. മനസ്സിലായില്ല അല്ലേ? പറയാം. എൻ്റെ സുഹൃത്തിൻ്റെ എല്ലാ വിഷമവും കേട്ട ശേഷം സാർ ചോദിച്ചു, ഈ പ്രശ്നങ്ങളുടെ എല്ലാം തുടക്കം എവിടെ നിന്നായിരുന്നു? പറയാമോ? എൻ്റെ സുഹൃത്തിൻ്റെ പെട്ടെന്നുള്ള മറുപടി, ഞങ്ങളുടെ നാട്ടിൽ അറിയില്ല എന്നർത്ഥം. അതാ മറുപടി പറഞ്ഞല്ലോ സാറിൻ്റെ ഇടപെടൽ. ഞാനും അദ്ദേഹവും ഒന്നും മനസ്സിലാകാതെ മിഴിച്ചിരുന്നപ്പോൾ സാർ തുടർന്നു, ആയിലുണ്ടെല്ലാം ഇല്ലേ? 3 അതാണ് കുഞ്ഞെ നീ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണം. എന്തൊക്കെ? ഒന്നാമത് അത്യാഗ്രഹം, കൂടുതൽ ചാടിപ്പിടിക്കാനുള്ള അടങ്ങാത്ത വിശപ്പ്. ആഗ്രഹം നല്ലതാണ്, പക്ഷേ അത് പലരെയും ചൂഷണം ചെയ്തും ചതിച്ചുമാവുമ്പോൾ മറ്റുള്ളവരുടെ ചെലവിൽ സമ്പത്തും സ്വത്തുക്കളും സ്വരുക്കൂട്ടാൻ പ്രേരിപ്പിക്കുമ്പോൾ തങ്ങളുടെ സഹജീവികളുടെ ആവശ്യങ്ങളിലേക്കും ക്ഷേമത്തിലേക്കും കൂടി നോക്കാനുള്ള മനുഷ്യത്വം എന്ന ഗുണം ഇല്ലാതാകുന്നു. ശരിയല്ലേ? കേട്ടിട്ടില്ലേ അമ്മയെ വിറ്റും കാശുണ്ടാക്കുന്നവൻ എന്ന് ചിലരെപ്പറ്റി പറയുന്നത്? ഇത് ആത്യന്തികമായി തിരിച്ചടിച്ചാൽ അതിശയിക്കാനുണ്ടോ? ഒരക്ഷരമുരിയാടാതെ എൻ്റെ സുഹൃത്ത് കാത്തിരുന്നു അടുത്ത എന്താണ് എന്നറിയാൻ. രണ്ടാമത് അഹങ്കാരം. ഞാനാണ് മിടുക്കൻ, ഞാനാണ് വലിയവൻ, ഞാനെന്തോ സംഭവമാണ്, എനിക്ക് ശേഷം പ്രളയം എന്ന ഊതിപ്പെരിപ്പിച്ച അഹംബോധം എല്ലാറ്റിനും ഉപരിയായി സ്വന്തം അഹംഭാവത്തിന് മുൻഗണന നൽകാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. അത് മറ്റുള്ളവരോട് അഹങ്കാരവും വെറുപ്പും ഭിന്നിപ്പും സംഘർഷവും വളർത്തുന്നു. അഹങ്കാരം വേരുറപ്പിക്കുമ്പോൾ സഹാനുഭൂതിയും പരസ്പര സഹകരണവും വാടിപ്പോകുന്നു. പകരം മറ്റുള്ളവരുടെ വികാരങ്ങളോടും അനുഭവങ്ങളോടുമുള്ള നിസ്സാരമായ അവഗണന. ഫലം പതുക്കെ ഒറ്റപ്പെടുന്നു, ശത്രുത മാത്രം മിച്ചം കിട്ടുന്നു. മൂന്നാമത്തെ അനാവശ്യം. ഇതിന് 2 ഭാഗമുണ്ട്. ഒന്ന്, അനാവശ്യമായ വാക്കും പ്രവൃത്തിയും. ശ്രദ്ധയുടെയും പരിഗണനയുടെയും അഭാവത്തിൽ നിന്ന് ജനിക്കുന്ന അനാവശ്യമായ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും അഗാധമായ ദോഷം വരുത്താനുള്ള ശക്തിയുണ്ട്. അവ പൊരുത്തക്കേടുകളുടെയും വേദനയുടെയും വിത്തുകൾ പാകുന്നു, ബന്ധങ്ങളെയും സമൂഹങ്ങളെയും വിഷലിപ്തമാക്കുന്നു. തിടുക്കത്തിലോ സതുദ്ദേശത്തോടെയോ സംസാരിച്ചാലും ചില വാക്കുകളും പ്രവൃത്തികളും ശാശ്വതമായ സ്വാധീനം ചെലുത്തുന്നു. ഒരിക്കലും പൂർണ്ണമായി ഉണങ്ങാത്ത മുറിപ്പാടുകൾ അവശേഷിപ്പിക്കുന്നു. 2, അനാവശ്യമായ ചിലവുകൾ. വരവറിയാതെ കഴിവറിയാതെ വാരിക്കോരി കയ്യിലുള്ളതെല്ലാം തീർത്ത് പിന്നീട് കരയുമ്പോൾ കൂടെ കരയാൻ സ്വന്തം നിഴൽ മാത്രം എന്ന് പലരും തിരിച്ചറിയുന്നില്ല. അവസാനം ഈയിടെ എവിടെയോ വായിച്ച പോലെ, എൻ്റെ അവസ്ഥ വിളിക്കാനും പറയാനും ആരുമില്ല, ഇപ്പോൾ എന്താ അവസ്ഥ എന്ന് എനിക്ക് പോലും അറിയില്ല, ആരുമില്ല സാർ എന്ന വിഷമം മാത്രം കാണും നമ്മുടെ ബാലൻസ് ഷീറ്റിൽ. അത്യാഗ്രഹം, അഹങ്കാരം, അനാവശ്യമായ വാക്കുകളുടെയും പ്രവൃത്തികളുടെയും അശ്രദ്ധമായ പ്രകടനങ്ങൾ എന്നിവയെല്ലാം ചേർന്ന് വിഷാംശത്തിൻ്റെ ഒരു ട്രൈഫക്റ്റയായി മാറുന്നു. അതിൽ നിന്ന് എല്ലാത്തരം തിന്മകളും മുളപൊട്ടുന്നു. ഇത് ദുഃഖത്തിൻ്റെയും കഷ്ടപ്പാടുകളുടെയും ഒറ്റപ്പെടലിൻ്റെയും ഒരു സൈക്കിൾ മാത്രം തന്ന് സഹായിക്കുന്നു. അവയുടെ പിടിയിൽ അകപ്പെടരുത് കുഞ്ഞെ, ഒരാളും. ഇനി പെട്ടുപോയാലോ? അതിൽ നിന്നും മോചനം നേടുന്നതിന് നമ്മൾ നമ്മുടെ ചിന്തകളിലും പ്രവൃത്തികളിലും അനുകമ്പയും വിനയവും ശ്രദ്ധയും വളർത്തിയെടുക്കണം. അപ്പോൾ മാത്രമേ നമുക്ക് ദയയുടെയും വിവേകത്തിൻ്റെയും വിത്തുകൾ വിതയ്ക്കാൻ കഴിയൂ. നന്മ തഴച്ചു വളരാനും
തിന്മകൾക്ക് വേരുറപ്പിക്കാൻ ഒട്ടും വളക്കൂറില്ലാത്തതുമായ ഒരു മനോലോകത്തെ പരിപോഷിപ്പിക്കാൻ കഴിയും. ഇനിയും വൈകിട്ടില്ല, നിനക്കത് സാധിക്കും. കാരണം നീ നഷ്ടത്തിൻ്റെ വില മനസ്സിലാക്കി കഴിഞ്ഞു. സാർ ആർദ്രതയോടെ ഒന്ന് പുഞ്ചിരിച്ചു. അടുത്ത നിമിഷം ഞാൻ കണ്ടത് ഒരു കാലത്ത് അഹങ്കാരത്തിൻ്റെ പര്യായമായിരുന്ന എൻ്റെ സുഹൃത്ത് ആ മഹാഗുരുവിൻ്റെ കാലിൽ തൊട്ടു തൊഴുന്നതായിരുന്നു. അയാളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയത് ഞാൻ കണ്ടു. ഇതാണ് തിരിച്ചറിവ്, ഇവിടെയാണ് തുടക്കം, ഒരു പുതിയ ജീവിതത്തിൻ്റെ തുടക്കം. വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ? ഇത് സഹായകമാവും എന്നറിയുന്ന പ്രിയപ്പെട്ടവർക്ക് റെക്കമെൻഡ് ചെയ്യുമല്ലോ. താങ്ക് യു വെരി മച്ച്.